Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് ഹൂദിലെ 43-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين قال അയാൾ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ പറഞ്ഞു, സ ആവി ഞാൻ അഭയം തേടിക്കൊള്ളാം, ഇലാ ജബലിൻ ഒരു പർവ്വതത്തിലേക്ക്, യഅ്സിമുനി അതെന്നെ രക്ഷിക്കും, അതെന്നെ കാത്തുകൊള്ളും, മിനൽ മാഇ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും, ഈ വെള്ളത്തിൽ നിന്നും. ഖാല അദ്ദേഹം പറഞ്ഞു, ലാ ആസിമൽ യൗം ഇന്ന് രക്ഷകനില്ല, മിൻ അംരില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ആരാലുമാവില്ല, ഇല്ലാ മർ റഹിമ അവൻ കരുണ ചെയ്താലൊഴികെ രക്ഷയില്ല. വഹാല ബൈനഹുമ അവർക്കിടയിൽ മറയിട്ടു, അൽ മൗജു തിരമാല, ഫക്കാന മിനൽ മുഗ്റഖീൻ ഫക്കാന അങ്ങനെ അയാളായി തീർന്നു, മിനൽ മുഗ്റഖീൻ മുക്കപ്പെട്ടവരിൽ, മുക്കി മരിപ്പിക്കപ്പെട്ടവരിൽ അല്ലെങ്കിൽ മുങ്ങി മരിക്കപ്പെട്ടവരിൽ അയാൾ ഉൾപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് ദുനിയാവിലെയും ആഖിറത്തിലെയും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്, മോനെ കപ്പലിൽ ഒന്ന് കയറ്, കാഫിര്യങ്ങളെ കൂടെ പെടല്ലേ. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ ചിലരൊക്കെ പറഞ്ഞത് കാഫിറായിട്ടില്ല, നാം മോമിനും അല്ല, അതുകൊണ്ടാണ് കാഫിര്യങ്ങളെ കൂടെ പെടല്ലേ എന്ന് പറഞ്ഞത്. അതിൽ പെടുക, അപ്പോൾ ഇതിൽ വന്ന് കയറാൻ മുഅ്മിനായിട്ട് ഇവിടെ വന്ന് കയറണം. ഈ മരണം അടുത്ത് നിൽക്കുന്ന സമയത്ത് മുഅ്മിനായിട്ട് കാര്യമില്ലല്ലോ, മരണം ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ. അതുകൊണ്ടായിരിക്കണം അല്ലാഹു തആല അവനെ രക്ഷിച്ചില്ല. ഫിറഔന്റെ ഉദാഹരണം നമുക്കറിയാലോ, അയാൾ അവസാനം മരിക്കുമ്പോൾ ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ മകനോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെടുമ്പോൾ പറയാം, വെള്ളമല്ലേ, അതാ മലമ കയറി ഞാൻ കഴിച്ചിലായിക്കൊള്ളാം, മലമ കയറി കഴിച്ചിലാകാം. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം മറിച്ചാണല്ലോ, നമുക്കറിയാം. ഖാല അയാൾ പറഞ്ഞു, സ ആവി ഇലാ ജബലിൻ ഞാൻ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിക്കൊള്ളാം, വെള്ളം എന്തായാലും അവിടേക്കൊന്നും എത്തില്ല. അങ്ങനെ ഒരു ധാരണയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ തോന്നുമല്ലോ വെള്ളപ്പൊക്കല്ല, അതങ്ങനെ ഇടങ്ങാവർമ്പൊക്കൊന്നും കയറൂല, അതിങ്ങനെ ചുറ്റുപാട് അദ്വാക്കാൻ്റെ മുന്നിൽ കൂടിയൊക്കെ അങ്ങനെ വരുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ ഉയർത്ത് പാർക്കണവർക്ക് ഒരു തോന്നൽ, പറയാൻ പറ്റൂല അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിനോട് കാവലിനെ ചോദിക്കണമെന്ന്, അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. അപകടങ്ങളിൽ നിന്ന് ആപത്ത്, ഇപ്പോൾ വയനാട് മണ്ണിടിഞ്ഞു, ഉയർന്ന സ്ഥലമെല്ലാം ഇടിഞ്ഞ് വീണ് വീടും പള്ളിയൊക്കെ അടക്കം മണ്ണിൻ്റെ ചോട്ട്. ഇതൊക്കെ നമ്മൾ ഉയരത്തിൽ പാർക്കുകയാണ്, ഇങ്ങോട്ടൊന്നും വെള്ളപ്പൊക്കം എത്തൂല എന്ന് പറഞ്ഞ് നിർഭയരായിരിക്കാനൊന്നും കഴിയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് മണ്ണിടിച്ചിലാകും, ചിലപ്പോൾ ഉരുൾപൊട്ടലാകും, ചിലപ്പോൾ വെള്ളപ്പൊക്കമാകും. അത് നമ്മൾ കണക്കൂട്ടണ മാതിരി അല്ല അതിൻ്റെ ഭയാനകത. അള്ളാഹു ഒരു വിഭാഗത്തെ പിടികൂടാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ കാഠിന്യം വളരെ പ്രയാസകരമായിരിക്കും. അതാണ് മകനെയും കൂടി ഓർമ്മപ്പെടുത്തുന്നത്. ഖാല സാവി ഇലാ ജബലിൻ യഅ്സിമുനി മിന ഉയർന്ന സ്ഥലം, മല, അയിമ കയറി കഴിച്ചിലാകാലോ. അതിപ്പോൾ മല എന്ന് പറഞ്ഞാൽ ഇത്ര ഉയരമുള്ള മലയൊന്നും ആയിക്കോണം, കുന്നൊന്നും ആയിക്കോണമെന്നില്ല. അല്ലല്ലോ, 2 കിലോമീറ്ററിലധികം വെള്ളം എന്ന് പറഞ്ഞാൽ അയിലാറ് ഉയരണ്ട മലക്ക് എന്നല്ല. അയിലാറ് ജ്യോതി പർവ്വതത്തിൻ്റെ
അപ്പോൾ യഴ്സുമിനി ഇസ്മത്ത്, ഇസ്മത്ത് പറഞ്ഞാൽ സംരക്ഷണം എന്നാണല്ലോ. പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം എന്നൊക്കെ നമ്മൾ ഇസ്മത്തുൽ അംബിയ എന്നാ പറയുക, അമ്പിയാക്കന്മാരുടെ സുരക്ഷിതത്വം. അതാണ് എന്നെ ഈ മല എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളും, ഞാൻ അതിൻ്റെ മുകളിൽ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഖാല ലാ ആസിമ അൽ-യൗം, നൂഹ് നബി അലൈഹി സ്വലാം അതിന് പറയാം, ലാ ആസിം, രക്ഷിക്കുന്നവരില്ല, കാക്കുന്നവരില്ല, അൽ-യൗമ, ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ, മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാലും ആവില്ല. മലക്കും മരത്തിനും ഒന്നും കഴിയില്ല. അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയായിരിക്കും അവൻ പിടികൂടുക എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും അതിൻ്റെ ആഘാതം. പലതും നമുക്ക് തന്നെ നേർക്കുന്നവർ ഏറ്റവും ഗൗരവമായിട്ട് സുനാമി നമ്മൾ അത്ഭുതത്തോടു കൂടി ഭയത്തോടു കൂടി നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോഴും ഓർക്കുന്നത്. 3 ലക്ഷത്തിലധികം ആളുകളെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ അള്ളാഹു തആല പിടികൂടിയത്. എത്ര പേര് കാടിനെ കടൽ കര കവിഞ്ഞ് അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ടെങ്കിൽ അറബിക്കടൽ കോഴിക്കോട്ടേക്ക് കര കഴിഞ്ഞ് കോഴിക്കോട് തന്നെ നിരന്ന സ്ഥലമാണ്. അപ്പോൾ കാക്കുമാറാവട്ടെ, നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നമ്മളെപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, വെള്ളം എന്തുകൊണ്ട് ഈ കുന്ന് പിളർന്നുകൊണ്ട് ഒഴുകിക്കൂടാ? അതുകൊണ്ട് നമ്മൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് തരത്തിലായിരിക്കും വരിക എന്നൊന്നും നമുക്ക് പറയുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാനുള്ളൊരു പാഠം കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. അല്ലാതെ ഈ കഥ ഇങ്ങനെ പഠിച്ചു പോകില്ലല്ലോ, കഥ ഇങ്ങനെ പഠിച്ചു പോകല്ല, നമുക്കതിന് എന്ത് ഉൾക്കൊള്ളാണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല, ആയസുമൽ യൗമ മിനല്ലാ, അള്ളാഹുവിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ല. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. നമ്മൾ ദുആ ചെയ്യില്ലേ, അള്ളാഹ് നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീയല്ലാതെ തന്നെ വേറൊരാളുമില്ല. അതാണ് ലാ മൽജ എന്ന അഭയസ്ഥലം എന്നാ, മൻജ എന്ന രക്ഷാകേന്ദ്രം എന്നാ. അള്ളാഹുവിൻ്റേതാണല്ലോ എല്ലാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? അതിലേക്ക് തന്നെ ചെല്ലുക, വേറെ ഒന്നിനുമില്ല. അതൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടത്തിൽ നിന്ന് ഓടുക ചെയ്യുക, ദൂരേക്ക് ഓടുക ചെയ്യുക. ഒരു പാമ്പിനെ കണ്ടാൽ ദൂരേക്ക് അകന്നു പോകുക ചെയ്യുക. ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് ഉറപ്പായാലോ അള്ളാഹുവിലേക്ക് കൂടുതൽ ഓടി അടുക്കുകയാണ് ചെയ്യുക. അല്ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക വലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി. അള്ളാഹുവിൻ്റെ കാര്യം തന്നെ അവിടെ എന്താണ്? ഈ വെള്ളപ്പൊക്കം, ഈ ശിക്ഷ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാലും സാധ്യമല്ല. ഇല്ലാമർ റഹിമ, അവൻ റഹ്മത്ത് ചെയ്താൽ ഒഴിച്ച്, ഇല്ലാമർ റഹിമ, അവൻ റഹ്മത്ത് ചെയ്താൽ അവൻ രക്ഷപ്പെടുന്നല്ലാതെ അതിൻ്റെ അപ്പുറം ആരാലും വ്യക്തികളെ കൊണ്ട് ഈ അപകടത്തിൽ നിന്ന്, അള്ളാഹു പിടികൂടാൻ ഉദ്ദേശിച്ച അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, വഹാല ബൈനഹുമൽ മൗജു, തിര അവർക്കിടയിൽ മറയിട്ടു എന്ന് പറഞ്ഞാൽ കൂറ്റൻ തിരമാല വന്ന് അവനെയും എടുത്തുകൊണ്ട് ആഴത്തിലേക്ക് പോയി. അവനെ എടുത്തുകൊണ്ടാണ് പോയി, വെള്ളത്തിൽ മുങ്ങാണ്. വഹാല ബൈനഹുമൽ മൗജു, നൂഹ് നബി അലൈഹിസ്സലാമയുടെ മുമ്പിൽ മകൻ മുങ്ങി മരിക്കുകയാണ്. അതിൻ്റെ ഒരു വേദന ആലോചിച്ച്, ഒരു പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി, അതിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അനുഭവിച്ചിരിക്കാവുന്ന വേദന, സ്വന്തം മകൻ മറ്റുള്ളവർ മരിച്ചത് കണ്ടോ അല്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മകൻ നൂഹ് നബി അലൈഹി സ്വലാമയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ കരയിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നത് ഇങ്ങനെ കാണാം. നമ്മൾ കാണല്ലേ, തിരമാലയിൽപ്പെട്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു എന്നൊക്കെ നമ്മൾ കാണാമല്ലോ. അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പിൽ നിന്ന്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് തരയും കടൽ കണ്ടാൽ കുട്ടിയാക്കണ്ട ഇറങ്ങണം. അതിൻ്റെ അപകടം ഒരു തര മതി, കാലി തന്നെ അവർ പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ അതിലേറെ ഗുരുതരമായ ഗൗരവമായ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഓ ഹാല ബൈനഹുമൽ മൗജു, മൗജ് പറഞ്ഞാൽ തിരമാല, ഹാല പറഞ്ഞാൽ മറയിട്ടു. ഫകാന മിനൽ മുഗറഖീൻ, മുഗറഖാന പരിഖറഖാന മുങ്ങി എന്നാണല്ലോ. മുഗറഖാന മുക്കപ്പെട്ടവരിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മുങ്ങി മരിച്ചവരിൽ, മുക്കിക്കൊല്ലപ്പെട്ടവരിൽ അയാൾ ഉൾപ്പെട്ടു. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇത്തരത്തിൽ വളരെ ഗൗരവമായിരിക്കും എന്നാണ് നമ്മൾ ഉണർത്തുന്നത്. ഖാല സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, അവൻ മകൻ പറഞ്ഞു, ഞാൻ ആ പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടു കൊള്ളാം, അല്ലെങ്കിൽ പർവ്വതത്തിലേക്ക് അഭയം തേടാം. മഅ്വ എന്നൊക്കെ നമ്മൾ പഠിച്ചത്, അഭയകേന്ദ്രം എന്നാണല്ലോ മഅ്വ. ആ വാക്കാണ്, അതിൽ നിന്നുണ്ടായ വാക്കാണ് ആവി. സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ആ മലയിലേക്ക് കയറിക്കൊള്ളാം. ഖാല, നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഇല്ലാ മർ റഹിമ, അവൻ കരുണ ചെയ്താലൊഴിച്ച്.
വഹാല ബൈനഹുമ അൽ മൗജു, അവർ രണ്ടുപേർക്കും ഇടയിൽ തിരമാല മറയിട്ടു. ഫകാന മിനൽ മുഗ്റഖീൻ, അയാൾ മുങ്ങി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ മുക്കിക്കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഴയായിരുന്നാലും കാറ്റായിരുന്നാലും വെള്ളപ്പൊക്കമായിരുന്നാലും പലപ്പോഴും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാഥ കാത്തുരക്ഷിക്കുമാറാകണം. പരലോകത്ത് ഞങ്ങളെ നീ കാക്കണ രക്ഷിതാവേ, ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഉത്തമമാക്കുകയും വിചാരണാനന്തരം ഞങ്ങളുടെ കർമ്മരേഖ വലത് കൈയിൽ നൽകുകയും ചെയ്യുമാറാകണേ നാഥ. ആയതിന് ഞങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാവിധ കുറ്റങ്ങളും തെറ്റുകളും നീ പുറത്ത് മാപ്പ് നൽകണം. കൂടുതൽ നിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ നിഷ്കളങ്കതയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.